Hello students, in this session we are discussing the second part of our rotational motion. ഫിസിക്സിലെ നമ്മൾ 7th ചാപ്റ്റർ ആണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സെക്ഷനിൽ ഇതിൻ്റെ ഒരു പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആവശ്യമായിട്ടുള്ള 2 ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഈ റൊട്ടേഷണൽ മോഷനെ കുറിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബേസിക്കലി ഇൻറ്റേർണലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പാഠത്തിലെ നെക്സ്റ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അതായത് ഫിസിക്സിൽ കുറേ അപ്ലിക്കേഷൻസുകളുള്ള ഒരു ടോപ്പിക്കിലേക്കും അതിൻ്റെ 2 തിയറത്തിലേക്കും, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ക്വാണ്ടിറ്റിനെ കുറിച്ച് പഠിക്കാൻ പോവുക. റൊട്ടേഷണൽ മോഷനിലുള്ള പുതിയൊരു കാര്യമാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ആ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടിയിട്ടുള്ള 2 തിയറംസും ആണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും അതിൻ്റെ 2 തിയറംസും. ഈ ഒരു പെർപെൻഡിക്കുലർ തിയറമോ പാരലൽ തിയറമോ എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഈ 2 തിയറം പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോകരുത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. മാസിൻ്റെ റൊട്ടേഷണൽ അനലോഗിനെ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ലീനിയർ മോഷനിലുള്ള ഓരോ ക്വാണ്ടിറ്റിക്കും റൊട്ടേഷണൽ മോഷനിൽ എന്താണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതേപോലെ നമ്മൾ മാസിനുള്ള ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷനിൽ മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള ക്വാണ്ടിറ്റിയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ ലീനിയർ മോഷനിൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വാണ്ടിറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായി. ഈ ഫോഴ്സ് എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോഴ്സിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് ടോർക്ക്. സോ ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് ആംഗുലാർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റത്തിന് നമ്മൾ പി എന്നും ആംഗുലാർ മൊമെൻറ്റത്തിന് നമ്മൾ എൽ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ആംഗുലാർ മൊമെൻറ്റം ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ദി ലീനിയർ മൊമെൻറ്റം. സോ ഈ ഒരു റൊട്ടേഷണൽ അനലോഗ് നമ്മൾ ഈ 2 ക്വാണ്ടിറ്റിയിലും പറഞ്ഞ അതേപോലെ തന്നെ ലീനിയർ മൊമെൻറ്റത്തിൽ പി ആണെങ്കിൽ ആ ഒരു മൊമെൻറ്റം എന്ന് പറഞ്ഞത് ആംഗുലാർ മൊമെൻറ്റത്തിൽ അത് എൽ ആയിരിക്കും. ലീനിയർ മൊമെൻറ്റത്തിൽ ലീനിയർ മോഷനിൽ ഫോഴ്സ് ആണെങ്കിൽ അത് ആംഗുലാർ മൊമെൻറ്റത്തിൽ അത് ടോർക്കായിരിക്കും. സോ ലീനിയർ മൊമെൻറ്റത്തിലുള്ള ഓരോ ക്വാണ്ടിറ്റിൻ്റെയും അനലോഗ് റൊട്ടേഷണൽ മോഷനിൽ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്ലേഷണൽ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷനിലുള്ള മാസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിലുള്ള അനലോഗിനെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. നമ്മളൊരു മാസിന് എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ്. ഒരു ആക്സിസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ്. ഒരു ആക്സിസ് വേണം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ, അല്ലേ? ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഈ ഒരു മാസിന് ഈ ഒരു സർക്കുലാർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാസിന് ഉണ്ടാവുന്ന അനലോഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അതിന് നമ്മൾ സൂചിപ്പിക്കണ സിമ്പലാണ് ഐ എന്ന് പറഞ്ഞ സിമ്പലായിട്ടാണ് നമ്മൾ ഒരു മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത് അഥവാ സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു ബോഡി ഈ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈ ഒരു മാസിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്ന് പറയുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് m×r² ആയിരിക്കും. ആ ഒരു മാസ്, ആ ഒരു ബോഡിയുടെ മാസും അവിടേക്ക് ആ ഒരു റൊട്ടേഷൻ ചെയ്യണ ഒരു സർക്കുലാർ പാത്തിൻ്റെ ആക്സിസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തത്. ആ ഒരു റൊട്ടേഷൻ, ആ ഒരു ആക്സിസിൻ്റെ സ്ക്വയറും അതിൻ്റെ മാസും തമ്മിൽ റൊട്ടേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന ഇക്വേഷൻ. സോ I=mr² എന്ന് പറയുന്നതാണ് ഒരു സർക്കുലാർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മാസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് പഠിക്കുക. അതെന്ന് പറഞ്ഞാൽ മാസിൻ്റെ എന്താണ്? അനലോഗിനെ, റൊട്ടേഷണൽ അനലോഗ് ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സോ വേറൊരു ഡെഫിനിഷൻ കൂടി പറയുന്നുണ്ട് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യക്ക്. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദി മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ. ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ലോ ഓഫ് ഇനേർഷ്യ എന്നൊക്കെ. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ജഡത്വം, കഴിവില്ലായ്മ എന്നൊക്കെ പറയും. ഒരു മാസിന് സ്വയം അവൻ്റെ ഡയറക്ഷനെ ചേഞ്ച് ചെയ്യാൻ കഴിവില്ലാത്തതിനെ അല്ലെങ്കിൽ അവൻ്റെ പൊസിഷന് ചേഞ്ച് ചെയ്യാൻ കഴിവില്ലാത്തതിന് ഇനേർഷ്യ എന്ന് പറയാം.
സോ റൊട്ടേഷണലി ഒരു ബോഡി ഒരു മാസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവനക്ക് റൊട്ടേഷണൽ ഇനേർഷ്യ ഉണ്ടാവും. റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ആ റൊട്ടേഷണൽ പാത്തിൽ നിന്ന് വ്യതിചലിക്കാൻ, ആ റൊട്ടേഷണൽ പാത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അവനൊരു ഇനേർഷ്യ ഉണ്ടാകും, കഴിവില്ലായ്മ. ആ ഒരു റൊട്ടേഷണൽ പാത്തിൽ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം, അവൻ ആ ഒരു റൊട്ടേഷനിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അവൻ ആ ഒരു ബോഡിക്ക് സ്വയം എന്തില്ല, ഒരു കഴിവില്ല അവൻ്റെ റൊട്ടേഷണൽ പാത്തിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയാം. ഞാൻ ഈ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യക്ക് വേറെ ഡെഫിനിഷനാണ് പറയുന്നത്. സോ ആ ഒരു റൊട്ടേഷണൽ ഇനേർഷ്യക്കുള്ള മെഷറിനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ 2 ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മ, ഒരു മാസിന് അവൻ്റെ പൊസിഷനെ മാറ്റാൻ കഴിവില്ലായ്മ. റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ആ റൊട്ടേഷണൽ പാത്തിനെ മാറ്റാൻ സ്വയമായിട്ട് കഴിവില്ലായ്മയാണ് റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. അതിൻ്റെ മെഷറിനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ 2 ഡെഫിനിഷനായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. ഈ ഒരു ഡെഫിനിഷനാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഇത് മനസ്സിലാക്കുക, അത് പഠിക്കുക. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നിങ്ങളിത് കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ 2 ഡെഫിനിഷനും കാണുക. ഈ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഈ ഒരു ബോഡിയുടെ ഒരു മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് I=m×r². സോ ജനറൽ ഇക്വേഷനാണ് ഇത്. ഈ ഒരു ആക്സിസിൻ്റെ ബേസിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ്. ഈ ഒരു ആക്സിസ് അഥവാ ഈ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ ഒരു മാസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ ഒരു ആക്സിസിൻ്റെ ബേസിലാണ്. ഈ ആക്സിസ് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. സോ ഓരോ കാര്യങ്ങളും ഓരോ ബോഡി മാറുന്നതിനനുസരിച്ചിട്ടും അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. ഇപ്പോൾ ഈ ഒരു മാസ് ഒരു ബോളാണെന്ന് വിചാരിക്കുക. ഈ ബോളാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേറെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു റിംഗ് ആണെന്ന് വിചാരിക്കുക. ഒരു സർക്കുലർ റിംഗ് ആണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. പിന്നെ അവിടെ ഒരു ഡിസ്ക് ആണ് അവിടെ റൊട്ടേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. സോ ആ ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. സോ ജനറൽ ആയിട്ട് ഒരു ബോഡി, ഒരു മാസ് ഒരു സർക്കിളുള്ള ഒരു സർക്കുലർ പാത്തിൽ റൊട്ടേഷൻ മോഷനിൽ പോവാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I=mr² ആയിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പോവാണ്. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, എക്സാമിന് എഴുതാനുള്ളതും ഇത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ്, അത് ഡിപ്പെൻഡ് ചെയ്യും. ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യും ഓൺ ദി മാസ്, ആ ബോഡിയുടെ മാസിന് ഡിപ്പെൻഡ് ചെയ്യും. മാസ് മാറിയാലോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. സോ അത് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആ ബോഡിയുടെ മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ്സ് ഷേപ്പ്, അവൻ്റെ ഷേപ്പിന് ഡിപ്പെൻഡ് ചെയ്യും. നമ്മളൊരു ബോഡി എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തു, എന്നിട്ട് അവന് ഷേപ്പ് മാറ്റി റൊട്ടേറ്റ് ചെയ്തു. സോ അവൻ്റെ എന്ത് ചെയ്യും, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. ഷേപ്പ് ആൻഡ് സൈസ്, ഷേപ്പിനെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ നെക്സ്റ്റ് ഒരു കാര്യമാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അവൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സിസ് മാറ്റിയിട്ട് റൊട്ടേറ്റ് ചെയ്താലും അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും. ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഒരു ബോഡിക്ക് എപ്പോഴാണ് ഉണ്ടാവുന്നത്, ഒരു ബോഡിനെ നമ്മളെടുത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. ഒരു സർക്കുലർ പാത്തിൽ റൊട്ടേഷണൽ മോഷനിലാവുമ്പോഴാണ് ഒരു ബോഡിക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവുന്നത്. ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ബോഡിയുടെ മാസ് മാറുമ്പോൾ മാറും, ഷേപ്പ് മാറുമ്പോൾ മാറും, സൈസ് മാറുമ്പോൾ ചേഞ്ച് ആവും, ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറുമ്പോൾ മാറും. സോ അതുകൊണ്ടാണ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ദി പൊസിഷൻ ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് ആക്സിസ് ഓർ റൊട്ടേഷൻ, ആ ഒരു ആക്സിസിൽ ഏത് പൊസിഷനിലാണ് അവന് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓറിയൻറ്റേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെയും എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ബോഡിയുടെ റിജിഡായിട്ടുള്ള ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവൻ്റെ മാസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഷേപ്പിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സൈസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിസ് ഓഫ് റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ ആക്സിസ് ഓഫ് റൊട്ടേഷനിലുള്ള പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം, മാസ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. ഇനിയോ ഷേപ്പ് മാറിയ മാസ് മാറും, സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. സോ ആക്സിസ് മാറിയാലും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി കൂടുതലായി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഓരോ ബോഡി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം നമ്മൾ റിങ് എടുക്കുകയാണ്, ആ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നോക്കുകയാണ്, എന്നിട്ട് അതിന് ആക്സിസ് മാറ്റിയിട്ട് നോക്കുകയാണ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറുകയാണ്. നമ്മളൊരു റോഡ് എടുക്കുകയാണ്, ആ ഒരു റിങ് മാറ്റി റോഡ് അഥവാ നീളത്തിലുള്ള റോഡ് എടുക്കണ്ട അതിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. സോ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാണ്. സോ ഓരോന്നിനും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറിക്കൊണ്ടേയിരിക്കും. ഷേപ്പ് മാറുന്നതിനനുസരിച്ച് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും എന്ന് പറഞ്ഞില്ലേ, മാസ് മാറുന്നതിനനുസരിച്ച് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും എന്ന് പറഞ്ഞില്ലേ. സോ ഷേപ്പ് മാറുമ്പോൾ എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറുന്നത്, അതേപോലെ ആക്സിസ് മാറുമ്പോൾ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും എന്ന് പറഞ്ഞു. സോ ആക്സിസ് മാറും എങ്ങനെയാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറുന്നത് എന്നുള്ളത് നമ്മൾ പറയുകയാണ്. സോ അത് കാണാതെ പഠിക്കാൻ വേണം. ഓരോന്നും നമുക്ക് ഇവിടെ പറഞ്ഞ ടേബിളിട്ട് എല്ലാതും കാണാതെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, മാർക്ക് ചെയ്യുക, പഠിക്കുക. ഒന്നാമത് നമ്മൾ പറയുന്ന കേസ് മനസ്സിലാക്കുക. ഒരു റിങ് എടുത്തിട്ടുണ്ട്,
ഒരു സർക്കുലാർ റിങ് റേഡിയസ് 6 ആയിട്ടുള്ള ഒരു സർക്കുലാർ റിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സർക്കുലാർ റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ്, ആ ഒരു സർക്കുലർ റിങ് എടുത്തിട്ട് അതിനെ ഈ ഒരു ആക്സിസിൽ നമ്മൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്യാണ്. ഒരു ആക്സിസ് നമുക്ക് വേണമെങ്കിൽ ഈ റിങ്ങിനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. സോ ആക്സിസ് മാറ്റി റൊട്ടേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യാണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² ആയിരിക്കും. സോ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് I = mr² ആയിരിക്കും. നമ്മൾ അവൻ്റെ ആക്സിസ് മാറ്റി, അഥവാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിൻ്റെ ആക്സിസ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവനെ ഈ ഒരു ആക്സിസിൽ ഈ ഒരു രീതിയിൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. നമുക്ക് റൊട്ടേഷൻ പല രീതിയിൽ ചെയ്യാം, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സോ മേലെന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. സോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നേരത്തെ ചെയ്തതിൻ്റെ പകുതിയാവും. സോ mr²/2 ആവും. സോ അവൻ്റെ ആ ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്, I = mr²/2 ആവും. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ പെർപെൻഡിക്കുലർ ആയ ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I = mr² ആണ്. അവൻ്റെ ഡയമീറ്ററിനോട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ബോഡി മാറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ റിങ്ങാണ് എടുത്തത്, ഈ 2 റിങ്ങിനും മാറ്റിയിട്ട് നമ്മൾ റോഡ് എടുത്തു, നീളത്തിലുള്ള റോഡ്. ഈ റോഡിനെ ഞാൻ എന്ത് ചെയ്യണം, അവൻ്റെ ആ ഒരു റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൽ ഞാൻ അവനെ റൊട്ടേറ്റ് ചെയ്യുക. സോ അവനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I = ml²/12 ആയിരിക്കും. L എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവൻ്റെ നീളം, ആ ഒരു ലെങ്ത്ത്, അതാണ് L എന്ന് പറഞ്ഞാൽ. മാസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മാസ്. 12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് 12. സോ ml²/12 എന്ന് പറയുന്നതാണ് ആ ഒരു റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ ഓരോന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് ശരിക്ക് ഡിറൈവ് ചെയ്യാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഫോക്കസ് ഏരിയ ബേസിൽ നമുക്കിത് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ബേസിലുള്ള പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്യും. ആ ഒരു പ്രോബ്ലംസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യാം. നെക്സ്റ്റ് 4ാമത് പറയുന്നത് ഒരു ഡിസ്ക്, അതായത് നമ്മൾ നേരത്തെ റിങ്ങാണ് നിർത്തി, നമ്മൾ ഡിസ്ക് എടുക്കുക. ഡിസ്ക് നമുക്കറിയാം, നമുക്ക് CD ഒക്കെ അറിയില്ലേ, അതായത് നമ്മൾ CD ഡിസ്ക് പറയില്ലേ, അതേപോലെ തന്നെ ഒരു ഡിസ്ക് എടുത്തു, അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. ആ ഒരു ഡിസ്കിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം അതിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ്. അതൊരു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ ആക്സിസ് എന്താണ്, ഇപ്പോൾ നമ്മൾ ഡിസ്ക് എടുത്തു, ഈ ഒരു ഡിസ്കിന് 90 ഡിഗ്രിയിൽ, അഥവാ ഈ ഒരു ഡിസ്കുമായി 90 ഡിഗ്രിയിൽ ഉണ്ടാക്കുന്ന ആക്സിസിന് പറഞ്ഞ പേരാണ് പെർപെൻഡിക്കുലർ ആക്സിസ്. സോ ആ ഒരു പെർപെൻഡിക്കുലർ ആക്സിസിൻ്റെ ബേസിൽ നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാണ്. ഈ ഒരു പെർപെൻഡിക്കുലർ ആക്സിൻ്റെ ബേസിൽ ഇതിനിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റൊട്ടേഷൻ സമയത്ത് ആ ഒരു മാസിന് എന്തുണ്ടാവും, ഒരു റൊട്ടേഷണൽ അനലോഗ് ഉണ്ടാവും. അതാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ആ ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ആ ഒരു ഡിസ്കിൻ്റെ മാസ് അതിൻ്റെ റേഡിയസിൻ്റെ ²/2. സോ I = mr²/2. സോ ഈ ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ആ ഒരു ഡിസ്കിൻ്റെ റേഡിയസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഡിസ്കിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സെയിം ആണ്. സോ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I = mr²/2. ഈ ഒരു വാല്യൂസ് ഒക്കെ കാണാതെ പഠിക്കാനുള്ളതാണ്, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓരോന്നും ഏത് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യണത്, ആക്സിസ് മാറി റൊട്ടേഷൻ മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാസ് മാറി റൊട്ടേഷൻ അഥവാ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് മാറിയാലും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറും, അഥവാ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മളിവിടെ പഠിച്ചതാണ്. സോ ഇവിടെ ഷേപ്പ് സാധനങ്ങളൊക്കെ മാറുന്ന സമയത്ത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 കൂടെ പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസ്ക് ഉണ്ടല്ലോ, ഈ ഒരു ഡിസ്കിനെ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്തത്. നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ആക്സിസ് മാറ്റിയിട്ട് ആ ഡിസ്കിനെ നമ്മൾ എന്ത് ചെയ്യണം, അവൻ്റെ ഡയമീറ്ററിൻ്റെ ബേസിൽ റൊട്ടേറ്റ് ചെയ്യാണ്. സോ അവൻ്റെ ഡയമീറ്ററിൻ്റെ ബേസിൽ റൊട്ടേറ്റ് ചെയ്താൽ അവൻ്റെ ആ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വീണ്ടും പകുതിയാവും. എന്താവും, mr²/4. സോ mr²/4 എന്ന് വരും. സോ I = mr²/4. I = mr²/4 എന്ന് പഠിക്കുക. നെക്സ്റ്റ് പറയുകയാണ് നമ്മൾ ആ ഒരു ഡിസ്ക് മാറ്റാൻ നമ്മൾ ഹോളോ സിലിണ്ടർ എടുക്കുക. ഒരു സിലിണ്ടർ, ഹോളോ ആയിട്ടുള്ള ഒരു സിലിണ്ടർ എടുത്തു. ഈ ഹോളോ സിലിണ്ടർ അതിൻ്റെ ആക്സിസ് അഥവാ ആ ഒരു സിലിണ്ടർ ആക്സിസിലൂടെ സെൻട്രൽ കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. സോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I = mr² ആയിരിക്കും. പഠിക്കുക നമ്മൾ. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ഹോളോ സിലിണ്ടർ മാറ്റിയിട്ട് നമ്മൾ സോളിഡ് സിലിണ്ടർ ആക്കി. ഹോളോ അല്ല, അതിൻ്റെ ഉള്ളിൽ മൊത്തം സോളിഡാണ്. സോളിഡ് സിലിണ്ടർ ആക്കി എടുത്തു. ഈ ഒരു സോളിഡ് സിലിണ്ടർ അവൻ്റെ ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I = mr²/2 ആയിരിക്കും. സോ ആ ഒരു കാര്യം പഠിക്കുക. നെക്സ്റ്റ് ആ ഒരു സിലിണ്ടർ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സോളിഡ് സ്ഫിയർ എടുത്തു. സോളിഡ് ആയിട്ടുള്ള സ്ഫിയർ നമുക്കറിയാലോ, ഒരു ഗോളം, പെൻഡുലൊക്കെ പറയൂലേ. സോ ആ ഒരു സാധനം എടുത്തു, അതിനെ നമ്മൾ ഡയമീറ്ററിൻ്റെ ബേസിൽ റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡയമീറ്ററിൻ്റെ ബേസിൽ അഥവാ ഇങ്ങനെ ഒരു ആക്സിസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2 × mr²/5.
2 × mr²/5 എന്ന് പറയുന്നതാണ് അവൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 8 തരത്തിലുള്ള ബോഡികളുടെ റിങ്ങിൻ്റെ 2 ആക്സിസിലുള്ളത്, ഒരു റോഡിൻ്റെ, ഡിസ്കിൻ്റെ 2 ആക്സിസിലുള്ളത്, ഒരു ഹോളോസ്ഫിയറിൻ്റെ, ഒരു സോളിഡ് സ്ഫിയറിൻ്റെ, ഒരു സോളോ സിലിണ്ടറിൻ്റെ, ഒരു സോളിഡ് സിലിണ്ടറിൻ്റെ, ഒരു സോളിഡ് സ്ഫിയറിൻ്റെ ഒക്കെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാതെ പഠിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത് ഡിറൈവ് ചെയ്യാനില്ല, നമുക്കിത് പ്രോബ്ലത്തിൻ്റെ സമയത്ത് യൂസ് ചെയ്യാൻ വരും. സോ ഈ ഒരു വാല്യൂസ് കാണാതെ പഠിക്കുക. പിന്നെ എക്സാമിന് ചോദിക്കാറുണ്ട് ഒരു ഹോളോസ്ഫിയറിൻ്റെ ആക്സിസിൽ കൂടെ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്, അതേപോലെ ഒരു ഡിസ്കിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസിലൂടെയുള്ളതും അതേപോലെ അവൻ്റെ ഡയമീറ്ററിൻ്റെ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എത്രയാണ്, അവർ തമ്മിൽ എന്താണ് ഡിഫറൻസ്. ഇവൻ്റെ ഈ ഒരു പെർപെൻഡിക്കുലർ ആണ് mr²/2 ആണ്, അതിൻ്റെ പകുതിയാണ് അവൻ്റെ ഡയമീറ്ററുള്ള ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഈ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് മറന്നു പോയത് അവസാനം. ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു മാസിനെ നമ്മൾ ഏതെങ്കിലും ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്താൽ ആ മാസിനൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. ആ ഒരു മാസിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ ആ ഒരു കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും പഠിക്കാനൊക്കെ ഉണ്ട്. സോ നമ്മൾ ആ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലുള്ള ആ ഒരു ക്വാണ്ടിറ്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് നമ്മൾ ഓരോ ക്വാണ്ടിറ്റി, അതായത് ലീനിയർ ആക്സലറേഷൻ, ആംഗുലർ ആക്സലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു ലീനിയർ മൊമെൻ്റത്തിന് ആംഗുലർ മൊമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, ഒരു ഫോഴ്സിന് റൊട്ടേഷണൽ മോഷൻ ഒരു ടോർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 കാര്യം കൂടെ നോക്കേണ്ടതുണ്ട്. നമ്മൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്താണെന്നുള്ളത് നോക്കുക. നമുക്ക് സാധാ ലീനിയർ കൈനറ്റിക് എനർജി അറിയാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ലീനിയർ മോഷനിലുള്ള ഒരു എനർജിക്കാണ് കൈനറ്റിക് എനർജി എന്ന് പറയുക. സോ ഈ ലീനിയർ മോഷനിലുള്ള കൈനറ്റിക് എനർജി KE എന്ന് പറഞ്ഞാൽ ½ m×v² ആണ്. ഈ കൈനറ്റിക് എനർജി റൊട്ടേഷണൽ മോഷനിൽ വരുമ്പോൾ എന്താണെന്നുള്ളത് ഒന്ന് പഠിക്കണം. അഥവാ ഈ ഒരു കൈനറ്റിക് എനർജി ലീനിയർ മോഷനിലുള്ള കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷനാണ്. ഈ ലീനിയർ മോഷനിലുള്ള ഈ ഒരു കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷനെ നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ വരുന്ന സമയത്ത് എന്താണ് ആയി മാറുക. സോ ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, അതായത് റൊട്ടേഷണൽ മോഷനിൽ വരുമ്പോൾ ഈ കൈനറ്റിക് എനർജി എന്തായി മാറും, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയി മാറും. സോ എന്ത് മാറ്റാണ് ഉണ്ടാവുക, ഈ ഒരു ½ എന്ന് പറയുന്നത് ഇവിടെ ½ തന്നെ ആയിരിക്കും. ഈ മാസ് എന്തായി മാറും, ഈ മാസ് ലീനിയർ മോഷന് റൊട്ടേഷണൽ മോഷനിലേക്ക് മാറുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയി മാറും എന്ന് പറഞ്ഞു. സോ ആ m എന്താവും, I ആവും അല്ലേ. മാസിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്ന് പറഞ്ഞാൽ I അല്ലേ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അല്ലേ. സോ ഈ ഒരു മാസ് എന്തായി മാറും, റൊട്ടേഷണൽ അനലോഗ് അഥവാ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയി മാറും. പിന്നെ ഈ ഒരു വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളെ റൊട്ടേഷണൽ മോഷനിലുള്ള റൊട്ടേഷണൽ അനലോഗ് എന്താണ്, ഒമേഗയാണ്. സോ ഈ ഒരു v² എന്ന് പറയുന്നത് ω² ആവും. സോ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ I ω² ആണ്. ഇങ്ങനെ നമുക്ക് ലീനിയർ മോഷനിൽ എന്തൊക്കെ ഇക്വേഷൻ പഠിച്ചോ, ഏതൊക്കെ ഇക്വേഷൻ പഠിച്ചോ, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ, സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, v = u + at, s = ut + ½ ഈ ഇക്വേഷൻ ഒക്കെ നമുക്ക് റൊട്ടേഷണൽ അനലോഗിൽ എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേഷണൽ അനലോഗിൽ മാറ്റി എഴുതാൻ പറ്റും. സോ ആവശ്യമായത് ഫോക്കസ് ഏരിയ ബേസ്ഡ് കാര്യം മാത്രം നമ്മൾ പഠിക്കുന്നത്. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഈ ഒരു ലീനിയർ കൈനറ്റിക് എനർജിയുടെ റൊട്ടേഷണൽ അനലോഗാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. സോ ഈ ഒരു ഇക്വേഷൻ ഈ ഒരു രീതിയിൽ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി പഠിക്കുക. ഇതിൻ്റെ ഒപ്പം നമുക്ക് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എന്താണ് ഒരു ബോഡിയുടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അഥവാ K എന്ന് പറഞ്ഞിട്ടുള്ള പറയുന്നത് എന്താണ്. ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ ഒരു കോൺസ്റ്റൻ്റ് പറഞ്ഞ പേരാണ് K. അതെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് നമ്മൾ K എന്ന് പറയാം. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞു ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ I × mr² ആണ്, മാസ് ഇൻറ്റു അതിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ ആണ് എന്നുള്ളത് പറഞ്ഞു. ഈ ഒരു റേഡിയസിനെ മാറ്റിയിട്ട് നമ്മൾ അവിടെ K എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റിന് കൊടുക്കുമ്പോഴാണ് അവിടെ K എന്ന് പറഞ്ഞൊരു റേഡിയസ് ഓഫ് ഗൈറേഷൻ വരുന്നത്. ഈ ഒരു റേഡിയസ് ഓഫ് ഗൈറേഷന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. അഥവാ ഈ ഒരു Kനെ അവിടെ നിർത്തി നമ്മൾ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, I/m എന്ന് കിട്ടും. സോ K² എന്ന് വരും. ഇതിൻ്റെ റൂട്ട് എടുത്താൽ K = √I/m എന്നൊരു ഇക്വേഷൻ കിട്ടും. ഈ Kക്കാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. സോ ഇത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പെട്ടെന്നൊന്ന് പറയാം. നമ്മളൊരു ബോഡി എടുത്തു, ഏതെങ്കിലും ഒരു റിജിഡ് ബോഡി, ഏതെങ്കിലും ഷേപ്പിലൊരു ബോഡി എടുത്തു. ഈ ബോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആക്സിസിൽ ഏതെങ്കിലും ഒരു ആക്സിസിലിട്ട് റൊട്ടേറ്റ് ചെയ്യാണ്. ഇതൊരു ആക്സിസാണെന്ന് വിചാരിക്കുക. ഈ ഒരു ആക്സിസിൻ്റെ ബേസിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ഈ ഒരു ബോഡിക്ക് നമ്മൾ ഈ ഒരു ഏതെങ്കിലും ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോഡിക്ക് ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. ഇതിനൊരു മാസ് ഉണ്ട്. സോ ഇതിനൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും.
അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? അതിലെ ഓരോ മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂട്ടിയതാണ്. അതായത് ഈ ഒരു ബോഡിക്ക് നമ്മൾക്ക് എന്താണ്, ഈ ഓരോ പോയിന്റിൽ ഓരോ മാസമാണ്. സോ ഇതൊരു മാസമാണ്, ഇതിലുള്ള ഈ ഒരു ഏരിയയിലൊരു മാസമാണ്. സോ ഈ ഒരു ഏരിയയിലുള്ള ഒരു മാസിന് ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും, ഇതൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും, ഇതിനൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. ഇങ്ങനെ ഓരോ പോയിന്റിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ടോട്ടലായിട്ട് കൂട്ടിയതാണ് ഈ ഒരു ടോട്ടൽ മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഞാൻ ഇതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു പോയിന്റിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണുകയാണ്. ഈ ഒരു ബോഡിക്ക് ഒരു മാസ് ഉണ്ട്, സോ അതിനൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവും. ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാണ് ഞാൻ. നിങ്ങൾക്ക് ആ ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ, പക്ഷേ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് ഈ ഒരു കാര്യം അറിയണം. സോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഈ ഒരു മാസിന് ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. ഇവർക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും R1, ഇവർക്കൊരു ഡിസ്റ്റൻസ് R2 ഉണ്ടാവും, ഇവർക്കൊരു ഡിസ്റ്റൻസ് R3 ഉണ്ടാവും. ഞാൻ ഇവൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാം, അഥവാ ഈ ഒരു ബോഡിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ ഇനിയും മാസുകളുണ്ട്. സോ ഞാൻ ഈ കുറച്ച് മാസം എടുക്കണുള്ളൂ, ഇത് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ മാസിൻ്റെ ചെയ്യണം. സോ ഈ ഒരു മാസിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ ഓരോ ബോഡിയിലേക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂട്ടിയതാ. ഒന്നാമത്തെ ബോഡിക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ആ ഒരു ഒന്നാമത്തെ മാസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ബോഡിൻ്റെ മാസ് അതിൻ്റെ രണ്ടാമത്തെ മാസിൻ്റെ അവിടേക്കുള്ള ഡിസ്റ്റൻസ് R2ൻ്റെ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ ഈ ഒരു മാസിൻ്റെ ഡിസ്റ്റൻസും അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറും. ഇത് നമ്മൾ എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഓരോ ഡിസ്റ്റൻസിനെ കോമൺ ആക്കി എടുക്കുകയാണ്. അതൊക്കെ ആ ഒരു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സെയിം ആണ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, കോമൺ ആക്കി എടുക്കുകയാണ്. സോ ആ ഒരു M1 M2 M3 അവിടെ ഉണ്ടാവും. ഈ ഒരു റേഡിയസ് ഒക്കെ ഞാൻ ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുകയാണ്. ആ ഒരു കോൺസ്റ്റൻ്റ് ആണ് K². ഈ ഒരു ഇതിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഒരു ചെറിയ 2 മാസുകൾ കൂട്ടുകയാണ്. സോ ആ ഒരു ബോഡിക്ക് എന്തുണ്ടാവും, ടോട്ടൽ ഒരു മാസ് ഉണ്ടാവും, അതിന് ക്യാപിറ്റൽ M എന്ന് കൊടുക്കുകയാണ്. സോ ഈ ഇക്വേഷൻ എനിക്ക് എന്ത് കിട്ടും, I = MK² എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷനാണ് നമുക്കിവിടെ I MK² എന്ന് കിട്ടിയിട്ടുള്ളത്. ഈ MK² നിന്ന് ഞാൻ K എന്ന് പറഞ്ഞ ഈ ഒരു റേഡിയസ്, ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ കോൺസ്റ്റൻറ്റിനെ ഞാൻ K എന്ന് എടുത്തതാണ്. ആ ഒരു Kക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ആ K എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ നെക്സ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ടോപ്പിക് ഇങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു ഡെഫിനിഷൻ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഡെഫിനിഷൻ കാണിക്കുക. സോ മനസ്സിലാക്കുക, I = MK² എന്ന് കിട്ടി. ഈ K² ഞാനൊരു ഇക്വേഷൻ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, അഥവാ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവാണ്. ഈ ഈക്വൽറ്റിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് I/M ആവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, എമ്മിനെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അത് × M ആവും, ബൈ M ആവും. I/M = K² എന്ന് കിട്ടി. സോ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു K² റൂട്ട് എടുക്കുക. സോ ഈ K² അവിടെ പോകണമെങ്കിൽ അപ്പുറത്ത് റൂട്ട് എടുത്ത് ആ സ്ക്വയർ പോകും. സോ ഞാൻ അവിടെ K എന്ന് എടുത്തു, √I/M എന്ന ഇക്വേഷൻ കിട്ടി. സോ K = I/M എന്ന് കിട്ടി. സോ K = I/M. സോ ഈ പറയുന്ന ഈ ഒരു K = I/M എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഈ K എന്ന് പറഞ്ഞിട്ടുള്ള റേഡിയസിൻ്റെ കോൺസ്റ്റൻറ്റിനെയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആദ്യം ഈ ഒരു കാര്യം ചോദിച്ചൊരു ഇക്വേഷൻ എഴുതുക, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ എഴുതാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ഓഫ് എ മാസ് പോയിന്റ് ഫ്രം ദി റേഡിയസ് ഓഫ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ, ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടേക്കുള്ള ഈ മാസിലേക്ക്, ടോട്ടൽ മാസിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ടോട്ടൽ മാസിലേക്കുള്ള ഡിസ്റ്റൻസിനെ K എന്ന് പറയുന്നത്. ടോട്ടലായിട്ട് ഇതിനൊരു മാസ് ഉണ്ടാവില്ലേ, ഈ ടോട്ടലായിട്ടുള്ള ഈ മാസിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഒരു ടോട്ടലായിട്ടുള്ള മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ പോയിന്റിലേക്കുള്ള റേഡിയസ് അഥവാ ആ ഒരു ഡിസ്റ്റൻസിനെ കൂട്ടിയതാണ് ആ ഒരു മാസിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ ഒരു ഡെഫിനിഷനിൽ അഥവാ ഈ ഒരു ഡെറിവേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇത്ര മാത്രം അറിയേണ്ടുള്ളൂ. ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇക്വേഷൻ പഠിക്കുക, അത്രേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഈ ഒരു ഡെഫിനിഷനും ഈ ഒരു ഇക്വേഷനും മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ഒരു ഡെഫിനിഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഇക്വേഷൻ കിട്ടിയത് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് ഈ മുമ്പത്തെ 2 സ്ലൈഡിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ ഈ ഒരു പാഠത്തിനെ കുറിച്ച് പഠിക്കുക, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുക. ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു പാഠത്തിനൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത് ടഫാണോ സിമ്പിളാവും തീരുമാനിക്കുന്നത്. സോ ഈ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു എന്ത് ചെയ്യുക, ഈ ഒരു ഡെറിവേഷൻ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ പറഞ്ഞത് ശരിയാണോ എന്ന് നമ്മൾ കൺസെപ്ച്വലി ആലോചിച്ച് നോക്കുക. സോ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കും. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വേറൊരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്നോട് പറയുന്നത്. മൊമെൻ്റ് ഓഫ് ഇനർഷ്യയോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഏരിയ എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോക്കസ് ഏരിയ ബേസിലുള്ള കാര്യങ്ങളാണ്. NCERT കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്, പല ഏരിയയിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് സിമ്പിളായിട്ട് നോട്ടുകൾ ആവശ്യമായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്.
ഫ്ലൈ വീൽ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യം എന്താണ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ എ ഡിസ്ക് വിത്ത് ലാർജ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് കോൾഡ് ഫ്ലൈ വീൽ. ഒരു ഡിസ്ക്കാണ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്കാണ് വിത്ത് ലാർജ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ലാർജ് വലിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഉള്ള ഡിസ്കിനെ നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പറയാം. ദി മെഷീനുകളിൽ സച്ച് ആസ് സ്റ്റീം എൻജിൻ ആൻഡ് ഓട്ടോമൊബൈൽ എൻജിൻ, അഥവാ സ്റ്റീം എൻജിൻ പോലത്തെ എൻജിനുകളിലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലിലുള്ള അഥവാ വെഹിക്കിളിലൊക്കെ യൂസ് ചെയ്യുന്ന എൻജിനുകളിൽ ദാറ്റ് പ്രൊഡ്യൂസ് റൊട്ടേഷണൽ മോഷൻ, അഥവാ ആ ഒരു എൻജിനുകളൊക്കെ എന്ത് ചെയ്യും, റൊട്ടേഷണൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് ആ ഒരു എൻജിനുകൾക്കൊക്കെ ഒരു ഡിസ്ക് ഉണ്ട്. ആ ഒരു റൊട്ടേഷണൽ മോഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്തൊരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കിനെ നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയാം വിത്ത് ലാർജ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അതായത് ഓട്ടോമൊബൈലിൻ്റെ എൻജിനോ ഹീറ്റ് എൻജിനുകളിലൊക്കെ ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ വെഹിക്കിൾ ഓടുകയാണെങ്കിൽ അതിനൊരു എൻജിനിൽ കുറേ റൊട്ടേഷൻസ് നടക്കുന്നുണ്ട്. ആ ഒരു റൊട്ടേഷണൽ മോഷനിൽ അവിടെ ഒരു ഡിസ്ക് ഉണ്ട്. ആ ഒരു റൊട്ടേഷണൽ മോഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ക് ഉണ്ട് വിത്ത് ഹൈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ലാർജ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഈ എൻജിനുകളിലൊക്കെ ഒരു ഹൈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ ഉള്ള ഡിസ്കിനെയാണ് നമ്മൾ ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് പറയാണ്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലാർജ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഈ ഒരു ഡിസ്ക് വിത്ത് ലാർജ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് ഫ്ലൈ വീൽ റെസിസ്റ്റ് ദി സഡൻ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് സ്പീഡ് ഓഫ് ദി വെഹിക്കിൾ. ഞാൻ പറഞ്ഞു ഓരോ വെഹിക്കിളിൻ്റെ എൻജിനുകളിൽ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിസ്ക് ഉണ്ട്. ഈ ഡിസ്കിന് എന്താണ്, ഹൈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. എന്തിനാണ് ആ ഡിസ്ക് യൂസ് ചെയ്യുന്നത്? അതായത് ഈ എൻജിൻ്റെ സഡൻ സ്പീഡിൻ്റെ ഇൻക്രീസും സഡൻ സ്പീഡിൻ്റെ ഡിക്രീസും കുറക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊരു എൻജിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ എൻജിൻ കേടാവും. പെട്ടെന്ന് ആ സ്പീഡ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ എൻജിൻ കേടാവും. സോ അങ്ങനെ പെട്ടെന്ന് സ്പീഡ് ഇൻക്രീസ് ആവുമ്പോഴും സ്പീഡ് ഡിക്രീസ് ആവുന്ന സമയത്ത് ആ ഒരു എൻജിന് പ്രശ്നമില്ലാതെ ആ ഒരു കേസിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യണ ഡിസ്കിനെ പറഞ്ഞ പേരാണ് ഫ്ലൈ വീൽ. ആ ഫ്ലൈ വീൽ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഏരിയ തരണം ചെയ്തിട്ട് അവിടുത്തെ സ്പാർക്കിങ്ങും ആ ഒരു എൻജിൻ്റെ കേടൊക്കെ തരണം ചെയ്യും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസ്കിനെ പറഞ്ഞ പേരാണ് ഫ്ലൈ വീൽ. സോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ ഒരു എൻജിനിൽ ഹീറ്റ് എൻജിൻ പോലത്തെ എൻജിനിലോ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുന്ന എൻജിനിലോ ഉള്ളൊരു ഡിസ്ക്കാണ് വിത്ത് ലാർജ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഉള്ളൊരു ഡിസ്ക്കാണ്. ഈ ഡിസ്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു മെഷീനിലൊക്കെ ഉണ്ടാവുന്ന സഡൻ സ്പീഡ് ഇൻക്രീസ് ചേഞ്ചോ അല്ലെങ്കിൽ സഡൻ ഡിക്രീസിൻ്റെ സ്പീഡൊക്കെ വരുന്ന സമയത്ത് ആ എൻജിനിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഡിസ്കിന് പറഞ്ഞ പേരാണ് ഫ്ലൈ വീൽ. സോ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിന് ഏത് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളതായ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ഒരു കാര്യം, ഈ ഒരു റെഡ് ചെയ്തിട്ടുള്ള മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റെങ്കിലും പഠിക്കുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് ഫ്ലൈ വീൽ, എന്തിനാണ് ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നുള്ള കാര്യം എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് പഠിക്കുക. സോ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. രണ്ടാമത്, ഈ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിലുള്ള 2 തിയറംസ് ആണ് പറയുന്നത്. ആ തിയറംസിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്യും. സോ ഈ കാര്യങ്ങൾ, ഈ ഒരു പാഠം ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ശ്രമിക്കുന്നുണ്ട്, മാക്സിമം നോക്കുക. ഈ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾക്ക് ഓരോ ബോഡിയുടെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ യൂസ് ചെയ്യുന്ന 2 നിയമങ്ങളാണ്. ഒന്ന് പെർപെൻഡിക്കുലർ തിയറം, 2 തിയറംസ് ആണ്. ഒന്ന് പെർപെൻഡിക്കുലർ തിയറം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയും, അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറം എന്ന് പറയും. 2 തിയറം നമുക്ക് എക്സാമിന് ചോദിക്കണമാണ്. ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ ആ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഒന്നാമത്തെ തിയറാണ് പറയുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പറയാം. നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബോഡിയുടെ അല്ലെങ്കിൽ ഒരു ലാമിനയുടെ ഒരു ഷേപ്പിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻ പർട്ടിക്കുലർ ആക്സിസ്, എബൌട്ട് ആൻ ആക്സിസ്, ഏതെങ്കിലും ഒരു ആക്സിസിൻ്റെ ബേസിൽ ഒരു ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യനെ കുറിച്ച് പറയുന്നതാണ് 2 തിയറംസ്. 2 തിയറത്തിലും ഒരു ബോഡിയുടെ ഏതെങ്കിലും ഒരു ആക്സിസിൽ വെച്ചിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് പറയുന്നത്. സോ നമ്മൾ പറയാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി, ഒരു ലാമിന, നമുക്ക് ഈ ഒരു ബോഡിക്ക് ഒരു ലാമിന എന്നാണ് പറയുക. ഈ ഒരു ലാമിനക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് 3 ആക്സിസ് ഉണ്ട്. ഒന്ന് Z ആക്സിസ്, X ആക്സിസ്, Y ആക്സിസ്. Z ആക്സിസ്, X ആക്സിസ്, Y ആക്സിസ്. ഈ 3 ആക്സിസും എന്താണ്, തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. സോ ഇത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറാണ്. സോ ഈ ലാമിനക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള Z ആക്സിസിലൂടെ ഉള്ള
മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് ആക്സിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും വൈ ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ കൂട്ടിയതാണ് സെഡ് ആക്സിസിലൂടെ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ, ഈ ഒരു പ്ലെയിനിലെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെഡ് ആക്സിസ് എന്ന് പറയുന്നത്, സെഡ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആ ഒരു ബോഡിക്ക് എക്സ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ആ ഒരു ബോഡിക്ക് വൈ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ കൂട്ടിയതാണ്, തമ്മിൽ ആഡ് ചെയ്തതാണ് എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ദി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന, അതോ ഈ ഒരു പ്ലെയിൻ ലാമിനയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് സെഡ് ആക്സിസ്, ഈ ഒരു സെഡ് ആക്സിസിൻ്റെ ബേസിൽ, എബൌട്ട് ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെഡ് ആക്സിസിൻ്റെ ബേസിൽ, ആ ഒരു എബൌട്ട് ഈ സെഡ് ആക്സിസിൻ്റെ ബേസിൽ ആ ഒരു ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദി, അത് ഈക്വൽ ആണ് ദി സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ സമ്മ് സെഡ് ആക്സിസിൻ്റെയും എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും ഇഫ് ദി ലാമിന ലൈസ് ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. അതായത് ഇപ്പോൾ ഈ ഇക്വേഷനാണ് ഞാൻ എന്ത് ചെയ്ത് ഡെഫിനിഷനായിട്ട് പറഞ്ഞത്. ഈ ഒരു സെഡ് ആക്സിസിൻ്റെ ബേസിൽ ഈ ഒരു ലാമിനക്കുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും വൈ ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ കൂട്ടിയതാണ്. എങ്ങനെ? ഈ ഒരു എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് പ്ലെയിനും ഈ ഒരു ലാമിനിൽ തന്നെ എന്ത് ചെയ്യണം, ഉണ്ടാവണം. ഈ ഒരു പോയിന്റ് പറഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, എന്ത് ചെയ്താൽ മതി, ഈ ഒരു സെൻറ്റൻസ് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടായാൽ മതി. ഇത് വേറെ രീതിയിലും ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ പല മെറ്റീരിയലുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ എങ്ങനെ പറയാൻ പറ്റുക അത് നമ്മൾക്ക് പറഞ്ഞാൽ മതി. സോ ഈ ഒരു രീതിയിൽ ഈ ഒരു സിമ്പിൾ നോട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തിയറം പഠിക്കുക, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഈ ഒരു തിയറം എഴുതാൻ പഠിക്കുക. സോ നിങ്ങളൊരു തിയറം ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ചിത്രവും വരക്കണം, ഈ ഒരു ഇക്വേഷൻ എഴുതണം, ഈ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് പറയണം. അതായത് ഒരു ലാമിനയുടെ സെഡ് ആക്സിസിലൂടെ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ എക്സിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും അതിൻ്റെ വൈയിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും തമ്മിൽ ആഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു തിയറം കഴിഞ്ഞു. അവസാനം പറയുക, ആ ഒരു സെഡ് ആക്സിസും വൈ ആക്സിസും എക്സ് ആക്സിസും തമ്മിൽ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ആയി. സോ ഒന്നാമത്തെ തിയറം നമ്മളിത് പറഞ്ഞു. രണ്ടാമത്തെ തിയറം പറയാം. രണ്ടാമത്തെ തിയറവും ഒരു ലാമിനയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് പറയുന്നത്. അവിടെ നമ്മൾക്ക് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സെഡ് ആക്സിസ് ഉണ്ട്. ആ ഒരു ലാമിനയോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സെഡ് ആക്സിസ്. എന്താണ് ഇത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ? ഈ ലാമിനക്ക് ഈ ഒരു ആക്സിസ് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ ഈ ലാമിനയോട് അല്ലെങ്കിൽ ഈ ഒരു ബോഡിയോട് ഇത് 90 ഡിഗ്രി ഉണ്ടാക്കണം എന്നാണ്. ആ ഒരു ആക്സിസ് ആ ഒരു ലാമിനയോട് പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ലാമിനയോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറയാണ്. സോ ആ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അതായത് ഈ ലാമിനക്ക് നമ്മളൊരു ആക്സിസ് പെർപെൻഡിക്കുലർ സെഡ് ആക്സിസ് വരച്ചിട്ടുണ്ട്. ഈ സെഡ് ആക്സിസിൻ്റെ അതിനോട് പാരലായിട്ട് വേറൊരു സെഡ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആക്സിസ് വരച്ചിട്ടുണ്ട്. ആ ഒരു ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ, ഈ ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ആ ലാമിനയുടെ മോസ്റ്റ് ഓഫ് ദി മാസ് കോൺസെൻട്രേറ്റഡ് ഏരിയ ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് മാസ്. ഏതൊരു ബോഡിക്കും അതിൻ്റെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഏരിയ ഉണ്ടാവും. ആ ഒരു ഏരിയക്ക് ആ ഒരു പോയിന്റിന് പറഞ്ഞ പേരാണ് സെൻറ്റർ ഓഫ് മാസ്. ആ ഒരു സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു സെഡ് ആക്സിസിനോട് പാരലായിട്ടുള്ള ആക്സിസിലൂടെ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് പറയുന്നത്. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് കേൾക്കുക. ഞാൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് ഇവിടെ കണ്ടെത്താൻ പോകുന്ന കാര്യം ഒന്നും കൂടെ കേൾക്കുക. ഈ ഒരു ലാമിന ഉണ്ടല്ലോ, ഈ ഒരു ലാമിനയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ഞാൻ പറയുന്നത്. ഏതിലൂടെയുള്ള? സെഡ് ഡാഷ് ആക്സിസിലൂടെയുള്ള. സെഡ് ഡാഷ് ആക്സിസ് ഏതിലൂടെ പാസ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈ ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്തിട്ടുള്ള ഈ സെഡ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്സിസിലൂടെ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു സെഡ് ഡാഷിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെഡ് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ആ ഒരു ബോഡിയുടെ മാസും അവിടേക്ക് അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്തതാണ്. എന്താണ് പറഞ്ഞത് കൃത്യമായിട്ട് കേൾക്കുക. ഈ ഇക്വേഷൻ ബേസ് കൃത്യമായിട്ട് കേട്ടിട്ട് നമുക്ക് ഈ ഡെഫിനിഷൻ പറയാം. പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ രണ്ട് ആക്സിസ് തമ്മിൽ പാരലാണ്. അതിൽ ഈ പാരലായിട്ടുള്ള ഈ ഒരു സെഡ് ഡാഷ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പറയുന്നത്. ആ സെഡ് ഡാഷിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ
രണ്ട് വാല്യൂകൾ തമ്മിൽ കൂട്ടിയതാണ്. ഒന്നാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ സെഡ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യൻ്റെ വാല്യൂയും പിന്നെ ഈ ഒരു ബോഡിക്കുള്ള മാസ്, ടോട്ടൽ അതിനൊരു മാസ് ഉണ്ടാവും, ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഒരു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഗുണിച്ചാൽ ഒരു വാല്യൂ കിട്ടും. ഈ ഒരു മാസും ആ ഒരു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ തമ്മിൽ ഗുണിച്ചാൽ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂയും ഈ സെഡ് ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ തമ്മിലുള്ള വാല്യൂയും കൂട്ടിയാൽ കിട്ടും എന്ത്? ഈ ഒരു സെഡ് ഡാഷിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ ഇനി നമ്മൾക്ക് ആ ഒരു കാര്യം പറയാം. ഞാനൊരു ഇക്വേഷൻ വെച്ച് ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ പാരലൽ ആക്സിസ് തിയറത്തിൽ എന്താ പറയണമെന്നുള്ളത് മനസ്സിലായി. ഈ പാരലൽ ആക്സിസ് തിയറത്തിൽ ഈ ഒരു ലാമിനയോട് പാരലലായിട്ട് വരുന്ന ഒരു ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ പറയുന്നത്. അതിന് ഇക്വേഷൻ ബേസ് ഞാൻ പറഞ്ഞു. ഡെഫിനേഷൻ ബേസ് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനും ഈ ഒരു ചിത്രവും ഈ ഒരു ഡെഫിനേഷനും കാണാതെ പഠിക്കേണ്ടതുണ്ട്. സോ ആ ഒരു ഡെഫിനേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് എനി ആക്സിസ്. അതായത് ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയാണ് ഏതെങ്കിലും ഒരു ആക്സിസ് ഈക്വൽ ടു ഏതെങ്കിലും, ഇപ്പോൾ ഈ ഒരു ലാമിനയിലുള്ള ഏതെങ്കിലും ഒരു ആക്സിസിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു, അത് ഈക്വൽ ആണ്, ദി സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി എബൌട്ട് പാരലൽ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ്. അതായത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യണ ഈ ആക്സിസ്, ഈ സെഡ് ആക്സിസിനോട് ഈ ഒരു സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യാൻ സെഡ് ഡാഷ് എന്ന് പറഞ്ഞു. സെഡ് ഡാഷ് അല്ല സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്നത്, സെഡ് ആണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്നത്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോഡിക്ക് മോസ്റ്റ് ഓഫ് ദി മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത ഏരിയക്കാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയാം. സോ അതിൻ്റെ സെൻട്രൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ഒരു ആക്സിസിനോട് പാരലായിട്ട് ഏത് ലൈന് വന്നാലും ആ ലൈനിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ പറയുന്നത്. സോ ആ ഒരു ലൈനിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്, അതായത് ആ ഒരു ലാമിനക്ക് അതിൻ്റെ സെഡ് ആക്സിസിനോട് പാരലായിട്ട് വരുന്ന മറ്റൊരു ലൈനിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? സമ്മാണ് ഈ ഒരു സെഡ് ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ആൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സിസ്. സോ അതിവിടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഈ ഡെഫിനേഷൻ കൃത്യമായിട്ട് കാണാൻ പഠിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഒരു സെഡ് ഡാഷിനോടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ സെഡ് ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഇവൻ്റെ മാസും ഇവർ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് തമ്മിൽ ആഡ് ചെയ്തതാണ്. സോ നിങ്ങൾ ഈ ഇക്വേഷൻ ആദ്യം പഠിക്കേണ്ടത്. എന്ത് ഡെഫിനേഷൻ പറയാം? ഈ ഒരു സെഡ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് സെഡിനോട് പാരലായിട്ട് വരുന്ന ഒരു ലൈനിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെഡ് ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും പിന്നെ മാസും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഗുണിച്ചാൽ കിട്ടണം തമ്മിൽ ആഡ് ചെയ്തത്, സമ്മ് ചെയ്തതാണ്. ഇത്രയൊക്കെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ഈ ഡെഫിനിഷൻ നിങ്ങളൊന്നും കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. കാണാതെ പഠിച്ചിട്ട് ആ പഠിച്ച കാര്യം ഒന്ന് ഈ ഇക്വേഷൻ വെച്ച് പറഞ്ഞു നോക്കുക. സോ നിങ്ങൾക്കിത് മനസ്സിലാവും. സോ ഇത് പഠിക്കാനുള്ള ടെക്നിക്കാന്ന് പറയുന്നത് ഇത് വളരെ ടഫാണ്. ഈ ഒരു കാര്യം വലുതായി എക്സ്പ്ലെയിൻ ചെയ്തത് ടഫാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ ഒരു ഡയഗ്രം ഇക്വേഷനും ഈ ഡെഫിനേഷനും കാണാതെ പഠിക്കുക, മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ് കാണാതെ പഠിച്ച് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് പറഞ്ഞു നോക്കുക. സോ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും കിട്ടും. സോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് തിയറം നിങ്ങൾ ഈ ഒരു തിയറം വലുതാച്ചിട്ട് ചോദിക്കൂല എന്ന് വിചാരിക്കരുത്. ഈ തിയറം പല സമയം ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി രണ്ട് തിയറം. ആദ്യ തിയറം വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. രണ്ടാം തിയറം കുറച്ച് കേൾക്കാൻ എന്തുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു തിയറം യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കുക? നമ്മൾക്കിപ്പോൾ ഒരു ബോഡി തന്നു, ഇവരിൽ ഒരു ലൈൻ, ഒരു പാരലൽ ആക്സിസ് തന്നിട്ടുണ്ട്. ഈ ആക്സിസിൻ്റെ ബേസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യണ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നോക്കുക. എന്നിട്ട് ആ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. ഇത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. സോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഒന്ന് കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടില്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട്, ആര് എക്സ്പ്ലെയിൻ ചെയ്താലും ഈ രീതിയിൽ എക്സ്പ്ലനേഷൻ നടക്കുള്ളൂ, എത്ര എക്സ്പേർട്ട് ആയാലും. സോ നിങ്ങൾ പഠിക്കേണ്ട മെത്തേഡ് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നുള്ളത്, കൂടുതൽ കുട്ടികൾക്കും ആ ഒരു കാര്യം മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഡെഫിനേഷൻ റിപ്പീറ്റഡ് ആയി കേൾക്കുക, നിങ്ങൾ എക്സ്പേർട്ട് ആവും. സോ ഞാൻ ഇതിൻ്റെ പ്രോബ്ലംസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. സോ നിർബന്ധമായിട്ടും 100% നിങ്ങൾക്കത് മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് പറയാണ്. സോ നമ്മളിവിടെ രണ്ട് തിയറംസ് ആണ് പഠിച്ചത്. ഒന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും ഒന്ന് പാരലൽ ആക്സിസ് തിയറവും.
പെർപെൻഡിക്കുലർ ആയാലും നമ്മൾ മൊത്തം പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് ഉണ്ടാവുക, പാരലൽ ആക്സിസിൽ പാരലൽ ആക്സിസ് ആണ് ഉണ്ടാവുക. പെർപെൻഡിക്കുലർ ആയിട്ട് ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ, പാരലൽ ആണെങ്കിലും ഐ സെഡ് ഡാഷ് ഈസ് ഈക്വൽ ടു ഐ സെഡ് പ്ലസ് എം എ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഡിസ്റ്റൻസ്, എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോട്ടൽ ലാമിൻ, ആ ഒരു ബോഡിയുടെ മാസ്, ഐ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിലൂടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഐ സെഡ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്ററിൽ കൂടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള മറ്റൊരു സെഡ് ആക്സിസ് എന്നാണ് സെഡ് ഡാഷ്. ആ സെഡ് ഡാഷ് എവിടെയും ആവാം, ഈ ഒരു ബോഡിയിൽ എവിടെയും വരാം. സോ നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്യണം, ഈ രണ്ട് തിയറംസിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിംഗ് അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ഈ ഒരു റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിങ്ങിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണുകയാണ് ഇതിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അതായത് ഈ ഒരു എക്സ് ആക്സിസിലൂടെയോ അല്ലെങ്കിൽ വൈ ആക്സിസിലൂടെ ഏതും പറയാം. ഈ ഒരു ഇവിടെ രണ്ട് ആക്സിസ് ഉണ്ട്, അഥവാ ഡയമീറ്ററിൽ കൂടെ രണ്ട് ആക്സിസ് ഉണ്ട്. ഇതാണ് ഒന്ന് ഡയമീറ്ററിൽ കൂടെ ഒരു ആക്സിസ്, ഇതാണ് ഡയമീറ്ററിലുള്ള മറ്റൊരു ആക്സിസ്. സോ ഈ ഒരു റിങ്ങിൻ്റെ ഡയമീറ്ററിൽ കൂടെ ഈ ഒരു എക്സിൽ കൂടെ അല്ലെങ്കിൽ വൈയിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയെന്ന് കണ്ടുപിടിക്കാൻ പോവുക. അതായത് ഈ ഒരു എക്സിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പോവുക. ഈ എക്സിൽ കൂടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ ആ ഒരു പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. സോ ഇവിടെ ലൈൻസ് ഒക്കെ പെർപെൻഡിക്കുലർ ആണ്. ഞാൻ ഈ ഒരു ഐ സെഡ് അല്ലെങ്കിൽ ഐ വൈ ഏതും പറയാം. സോ ഐ സെഡിലൂടെയുള്ള അഥവാ ഡയമീറ്ററിലൂടെ ആ റിങ്ങിൻ്റെ ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ആ ഒരു റിങ്ങിന് ഈ ഒരു ആക്സിസിലൂടെ ഡയമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് ഞാൻ കാണാൻ പോകുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യും, നമ്മളെ തിയറ യൂസ് ചെയ്തോ നമ്മളെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറ യൂസ് ചെയ്യും. ഐ സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നതാണ് ഈ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അഥവാ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം വെച്ചിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഐ എക്സ് ഐ വൈ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, അഥവാ ഇവർ രണ്ടാളും ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്, ഇവർ രണ്ടാളും പെർപെൻഡിക്കുലർ ആണ്. സോ ഈ ഐ സെഡിൽ കൂടെ അല്ല ഐ എക്സിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് തന്നെയാണ് ഐ വൈ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ എനിക്ക് പറയാൻ പറ്റും ഐ എക്സ് ഈക്വൽ ടു ഐ വൈ, ഐ എക്സ് എന്ന് പറയുന്നതും ഐ വൈ പറയുന്നത് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു, ഐ എക്സ് ഈക്വൽ ടു ഐ വൈ എന്ന് എഴുതി. അവർ രണ്ടാളും ഈക്വൽ ആണ്, അവർ രണ്ടാളും പെർപെൻഡിക്കുലർ ആണ്, രണ്ടാളും ഡയമീറ്റർ കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ എക്സ് കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും വൈ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈക്വൽ ആണ്. സോ എനിക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഐ സെഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഈ ഐ വൈ എന്ന് പറയുന്നത് ഐ എക്സിനോട് ഈക്വൽ അല്ലേ. സോ എനിക്ക് അവിടെയും എന്ത് ചെയ്യാം, ഐ എക്സ് എന്ന് കൊടുക്കാം. സോ എനിക്ക് ഐ സെഡ് ഈക്വൽ ടു എന്ത് കിട്ടി, 2ix എന്ന് കിട്ടി. ഐ സെഡ് ഈക്വൽ ടു 2ix എന്ന് കിട്ടി. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഐ എക്സിന് ഇക്വേഷൻ ഉണ്ടാക്കാം. നമുക്ക് ഈ ഒരു എക്സ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ ഐ എക്സിന് ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ഈ ഐ എക്സിനെ ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. സോ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്നായി മാറും, ഐ സെഡ് ഡിവൈഡ് ബൈ 2 എന്നായി മാറും. സോ എനിക്ക് ഐ എക്സ് ഈക്വൽ ടു ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഐ സെഡ് ഡിവൈഡഡ് ബൈ 2 എന്നായി. ഇനി നമുക്ക് പറയാം ഐ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു റിങ്ങിന് സെഡ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഈ ഒരു പറഞ്ഞിട്ടുള്ള ഈ റിങ് ഉണ്ടല്ലോ, ഈ ഒരു റിങ്ങിന് സെഡ് ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഈ റിങ്ങിന് സെഡ് ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, അത് നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ട്. ആ ടേബിൾ ഞങ്ങളോട് കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ ടേബിൾ. ഈ ടേബിളിൽ ഈ റിങ്ങിന് നമ്മൾ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യല്ലേ കാണുന്നത്. സോ ആ റിങ്ങിന് സെഡ് ആക്സിസ്, ഇതാണ് സെഡ് ആക്സിസ്, അത് അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്, ആ റിങ്ങിന് പെർപെൻഡിക്കുലർ ആക്സിസ്. ആ ഒരു റിങ്ങിന് പെർപെൻഡിക്കുലറുള്ള ആ സെഡ് ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നതാണ് ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നാണ്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെഡ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ആണെന്ന് പറയാം. സോ ഐ സെഡ് എന്ന് ഐ സെഡ് അഥവാ ഐ സെഡിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ സെഡ് എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ആണെന്ന് പറയാം. സോ എനിക്ക് എന്ത് ചെയ്യാം, ഐ സെഡിൻ്റെ സ്ഥാനത്ത് എം ആർ സ്ക്വയർ എന്ന് കൊടുക്കാം. സോ ഐ എക്സ് ഈക്വൽ ടു എം ആർ സ്ക്വയർ, ഈ ഐ സെഡിൻ്റെ സ്ഥാനത്ത് എം ആർ സ്ക്വയർ എന്ന് കൊടുത്തു. എം ആർ സ്ക്വയർ ആ ഒരു 2 അവിടെ ഉണ്ട്, ഡിവൈഡ് ബൈ 2. സോ ഈ എക്സ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്, എം ആർ സ്ക്വയർ ബൈ 2 ആണ്. സോ ഈ ഒരു എക്സ് ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഈ ഐ വൈയിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയോ അതും എം ആർ സ്ക്വയർ ബൈ 2 ആണ്. കാരണം ഐ എക്സ് ഈസ് ഐ വൈ ആണല്ലോ. സോ ഈ ഐ വൈയിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ഐ എക്സിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും സെയിം ആണ്. ഈ ഐ എക്സും ഐ വൈയും ഏതിലൂടെയാണ് പോകുന്നത്, ഈ റിങ്ങിൻ്റെ ഡയമീറ്ററിലൂടെയാണ് രണ്ട് ആക്സിസും പോകുന്നത്. ഈ ഒരു സെഡ് ആക്സിസ് ഏതിലൂടെ പോകുന്നത്, ഈ റിങ്ങിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ ഒരു സെഡ് ആക്സിസ് പോകുന്നത്. സോ ഞാൻ ആ പറഞ്ഞിട്ടുള്ള ടേബിൾ പഠിച്ചാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ എന്താ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിക്കണം.
ഈ തിയറം വെച്ചിട്ട് തന്നെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ഡിസ്ക് എടുത്തിട്ടുണ്ട്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് എബൌട്ട് 1 ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. അതായത് ഞാനൊരു ഡിസ്ക് എടുത്തിട്ടുണ്ട്, ഈ ഡിസ്കിൽ ഇതിൻ്റെ ഡയമീറ്ററിലൂടെ 2 ആക്സിസ് പാസ് ചെയ്യുന്നുണ്ട്. IX എന്ന് പറഞ്ഞിട്ടൊരു ആക്സിസ് പോകുന്നുണ്ട്, IY എന്ന് പറഞ്ഞിട്ടൊരു ആക്സിസ് പോകുന്നുണ്ട്. ഈ ഡയമീറ്ററിലൂടെയുള്ള ഈ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഈ എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയോ വൈ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യോ കണ്ടുപിടിക്കണം. ഈ ഇതിൽ കൂടുതലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഇതിൽ കൂടുതലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയിരിക്കും. സോ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എക്സ് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണം എബൌട്ട് ഡയമീറ്റർ, അഥവാ ഈ ഡയമീറ്ററിനോടുള്ള ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ 2 ആക്സിസാണ് എൻ്റെ ഡയമീറ്റർ കൂടെ പാസ് ചെയ്യുന്നത്. ഈ Z എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസ് കൂടെ പാസ് ചെയ്യുന്നതാണ്, ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ, അഥവാ ഈ ഒരു ബോഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്നതാണ് Z ആക്സിസ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പെർപെൻഡിക്കുലർ തിയറം അത് വെച്ചിട്ട് തന്നെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്, അഥവാ ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. IZ = IX + IY. നമുക്ക് പറയാം ഈ ഒരു എക്സ് കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും വൈ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും സെയിം ആണ്. കാരണം എന്താ, 2 ഡയമീറ്റർ കൂടെയാണ്, രണ്ടും പെർപെൻഡിക്കുലർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, IX = നേരത്തെ ചെയ്ത പോലെ തന്നെ IY എന്ന് എഴുതാം. സോ IX + ഈ IYന്റെ സ്ഥാനത്ത് എനിക്ക് IX എന്ന് തന്നെ കൊടുക്കാം. IY എന്താണ്, IX-നോട് ഈക്വൽ അല്ലേ. സോ IX = IY എന്നുണ്ട്. സോ IYന്റെ സ്ഥാനത്ത് ഞാൻ IX എന്ന് കൊടുത്തു. ഇവിടെ എന്ത് കിട്ടിയില്ല, IX + IX അഥവാ 2IX എന്ന് വരും. സോ IZ = 2IX. ഇവിടെ നിന്ന് എനിക്ക് IX-ന് ഇക്വേഷൻ ഉണ്ടാക്കാം. IX-ന് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുക, ഈ 2-നെ അങ്ങോട്ട് കൊണ്ടുവരിക. സോ അങ്ങനെ 2-നെ അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് IX = IZ / 2 എന്ന് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു Z ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, ഒരു റിംഗ് അല്ല, ഡിസ്ക്കാണ് ഇവിടെ. ഒരു ഡിസ്കിൻ്റെ Z ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, അത് നമ്മൾ ഈ കോൺസ്റ്റന്റ് ആയി ടേബിളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ടേബിൾ വെച്ച് തന്നെ നമ്മൾ പറയുന്നതാ, നോക്കിയാൽ ഈ ഒരു ഈ ഒരു റിംഗ് അല്ല, ഡിസ്ക്, ഈ ഒരു ഡിസ്കിൻ്റെ Z ആക്സിസ് ഓ സെൻറ്റർ, ഈ Z ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്, mr²/2 I = mr²/2. സോ ആ ഒരു Z ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്, എന്താണ്, mr²/2 ആണ്. സോ IZ എന്ന് പറയുന്നത് mr²/2 ആണ്. അത് നമുക്ക് നേരത്തെ അറിയണം. നമ്മൾ എന്ത് ചെയ്യണം, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് IX = ഈ ഒരു IZ-ന്റെ സ്ഥാനത്ത് എന്ത് വരും, mr²/2 വരും. ഈ ഒരു 2 അതിൻ്റെ അടിയിൽ ഓൾറെഡി ഉണ്ട്. സോ 2. സോ mr²/2 × 2 എന്ന് പറഞ്ഞാൽ 4 ആയി. സോ IX = mr²/4. സോ ഈ ഒരു IX ആക്സിസിലൂടെയുള്ള അഥവാ ഡയമീറ്ററിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്, mr²/4 ആണ്. ഈ IY കൂടെ അതും mr²/4 ആണ്. രണ്ടും ഡയമീറ്റർ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഈ IX കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നെയാണ് IY കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. നമ്മളിവിടെ ആദ്യം എഴുതിയിട്ടുണ്ട്. സോ mr²/4 ആണ് IX കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും, mr²/4 തന്നെയാണ് IY കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയും. സോ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഈ ചെയ്ത മെത്തേഡ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ടാമത്തെ തിയറം ഉണ്ടല്ലോ, പാരലൽ ആക്സിസ് തിയറം. ആ ഒരു പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലം ഞാൻ പറയാം. നമ്മൾക്ക് മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്. അത് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ടാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് ടാൻജന്റ് ടു ദി സർക്കിൾ ഓഫ് ദി റിംഗ്. നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ അത് പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറയും. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവണം. ഇവിടെ നമുക്ക് പാരലൽ ആയിട്ടുള്ള ലൈനാണ് കൊടുത്തിട്ടുണ്ട്. സോ പാരലൽ ആക്സിസ് തിയർ ആണ്. നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് 3-4 ആക്സിസ് കൊടുത്താൽ നമുക്ക് മനസ്സിലായത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയർ ആണെന്ന്. ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു റിംഗ് തന്നിട്ടുണ്ട്. ഈ റിങ്ങിനോട് ടാൻജൻറ്റ് അഥവാ റിങ്ങിൻ്റെ ഒരു പോയിന്റിലുള്ള ഡയറക്ഷൻ, അതിനെ നമുക്ക് ടാൻജൻറ്റ് എന്ന് പറയാം. ആ ഒരു റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈഡിൽ ഒരു പോയിന്റിൽ കൂടെയുള്ള ടാൻജൻറ്റ് റൊട്ടേഷൻ വെച്ചാൽ ടാൻജൻറ്റാണ്. ഈ പോയിന്റിൽ കൂടെ ഇങ്ങനെ ടാൻജൻറ്റ്, ഇങ്ങനെയൊക്കെ ഇതിനൊക്കെ നമുക്ക് ടാൻജൻറ്റ് എന്ന് പറയാം. സോ ഒരു ടാൻജൻറ്റിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഏതിനോട് പാരലായിട്ട്, നമ്മളുടെ ഇതിൻ്റെ സെൻറ്റർ അഥവാ അതിൻ്റെ ആക്സിസിലൂടെ IZ-ൽ കൂടെ പാരലായിട്ടുള്ള ഒരു ടാൻജൻറ്റിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ ഇതിലൂടെയുള്ള ഈ ഒരു ടാൻജൻറ്റിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണേണ്ടത്, ഞാൻ ഇതിന് IZ' എന്ന് കൊടുക്കുകയാണ്. ഇത് നമ്മളെ Z ആക്സിസാണ്. സോ നമുക്ക് ഈ ഒരു Z ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ അറിയാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണെന്നും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നമുക്കത് വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്താ, പാരലൽ ആക്സിസ് തിയറം വെച്ചിട്ട് IZ' = IZ + MA² അല്ലേ, മാസ് പിന്നെന്താണ് അവർ തമ്മിൽ ഗുണിച്ചതിൻ്റെ സ്ക്വയർ ആണ് MA² എന്നുള്ളതാണ് നമ്മൾ ഇക്വേഷൻ. നമുക്കറിയാം. നമുക്ക് എന്തറിയണം, ഈ ഒരു Z ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്, അഥവാ ഒരു റിങ്ങിൻ്റെ Z ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ.
ഒരു റിങ്ങിൻ്റെ സെഡ് ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താ? അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് റിങ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സെഡ് ആക്സിസ് ഏതാണ്? അതിൻ്റെ സെഡ് ആക്സിസ്, നമ്മൾ ഈ ഒരു സെഡ് ആക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡയമീറ്ററിൽ കൂടെയുള്ള ആക്സിസ്. ഇവിടെ ഡയമീറ്ററിൽ കൂടെയുള്ള ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ഈ ടേബിളിൽ നമുക്കറിയാം. ഇതാണ് അതിൻ്റെ ഡയമീറ്ററിൽ കൂടെയുള്ള ആക്സിസ്. ഞാൻ ഇതിന് സെഡ് ആക്സിസ് എന്ന് പേര് കൊടുത്തു. സെഡ് എന്നോ വൈ എന്നോ എക്സ് എന്നോ എന്ത് പേരും കൊടുക്കാം. ഈ ഒരു സെഡ് എന്ന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുകയാണ്. സോ നമ്മൾക്ക് എന്തറിയാം, ഇവിടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. ഈ ഒരു സെഡ് ഡാഷിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. എങ്ങനെ കാണാം? ഇതിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എം ഇൻറ്റു എ സ്ക്വയർ ആഡ് ചെയ്യുക. സോ ഈ ഒരു ഡയമീറ്ററിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ഒരു റിങ്ങിൻ്റെ ഡയമീറ്ററിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. ഈ ടേബിൾ വഴി അറിയാം, ഒരു റിങ് ഉണ്ട്, അതിൻ്റെ ഈ ഒരു ഡയമീറ്റർ, അതാണ് ഡയമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. ആ വാല്യൂ നമ്മൾ കാണാതെ അറിയണം. അത് ഞാൻ ടേബിൾ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു IZ, അതായത് ആ ഒരു ഡയമീറ്ററിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. സോ ആ ഒരു mr²/2 എനിക്കിവിടെ കൊടുക്കാം. സോ ഞാൻ IZൻ്റെ സ്ഥാനത്ത് mr²/2 എന്ന് കൊടുത്തു. പിന്നെ ഈ ഒരു എം അവിടെ ഉണ്ട്. ഈ എ എന്ന് പറയുന്നത് എന്താണ്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഡിസ്റ്റൻസ് ഇവിടെ എന്താണ്? 6 ആണ്. ഈ ഡയഗ്രത്തിൽ 6 എന്ന് കൊടുത്തിട്ടുണ്ട്. സോ r², mr²/2 പ്ലസ് mr², ഇവർ തമ്മിൽ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3/2 mr² എന്ന ആൻസർ കിട്ടും. സോ IZ', ഈ ഒരു Z ഡാഷിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2 mr² പ്ലസ് 1 mr² എന്ന് 3 mr² കിട്ടും. /2 ഉണ്ടാവും. അങ്ങനെ 3/2 mr² എന്ന് കിട്ടും. ഞാൻ ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും പറഞ്ഞിട്ട് എന്നല്ല ബുദ്ധിമുട്ടിക്കണില്ല. അത് നിങ്ങൾക്ക് അറിയാം, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കണതാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ അര പ്ലസ് 1 അഥവാ 3/2 നമുക്ക് അറിയാമല്ലോ, 1/2 ആണ് വരിക എന്നുള്ളത്, 3/2 ആണ് വരിക എന്നുള്ളത് മനസ്സിലാക്കുക ചെയ്യുക. സോ ഇവിടെ നമ്മൾ ഈ ഒരു mr²/2 mr² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3/2 mr² കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടാൻജൻറ്റിലൂടെയുള്ള IZ' മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താണ്? mr²/2 ആണ്. സോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിക്കുക. നമ്മളിവിടെ ചെയ്തത് പാരലൽ ആക്സിസ് തിയർ ആണ്. ഈ ഒരു Z ആക്സിസിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കാണാതെ അറിയണം. അഥവാ ഡയമീറ്ററിലൂടെ, ഒരു റിങ്ങിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്നത് mr²/2 ആണ്. ആ വാല്യൂ നമുക്ക് അറിയേണ്ടത്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആഡ് ചെയ്താൽ നമുക്ക് ഈ ഏത് ആക്സിസിലൂടെയും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഒരു ടാൻജൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? വളരെ സിമ്പിളായിട്ട് ചെയ്ത് പഠിച്ചു. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള വേറെ പ്രോബ്ലം ചെയ്യുക. അതൊക്കെ നമ്മൾ റിപ്പീറ്റഡായി ചെയ്യേണ്ടതാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുക. സോ ഒരു പ്രാവശ്യം ചെയ്ത് പരിചയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതിൻ്റെ ആൻസർ എന്താണ്. അപ്പോൾ അതൊക്കെ എത്തിക്കേണ്ടി വരുള്ളൂ. സോ ഇത് റിപ്പീറ്റഡായിട്ട് ചെയ്ത് പഠിക്കുക. ഇതിലുള്ള ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ റോഡ് ഓഫ് എ മാസ് എം ഉള്ള ഒരു റോഡ് എടുത്തിട്ടുണ്ട്. ഒരു റോഡ്, ആ റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണുന്നത് ലെങ്ത് L, അതിൻ്റെ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്താൽ ഈ ഒരു ലെങ്ത് L/2, ഈ ഒരു ലെങ്ത് L/2 ആണ്. എബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ത്രൂ വൺ എൻഡ്. അതായത് നമ്മൾക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. ഈ ഒരു റോഡിൻ്റെ ഒരു എൻഡിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. അതായത് ഈ ഒരു Z ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈ ഒരു IZ' എന്ന് കൊടുത്തിട്ടുണ്ട്. അഥവാ ഈ ഒരു റോഡിൻ്റെ ഒരു അറ്റത്തിലൂടെ, ഒരു റോഡ് എടുത്തു, അതിൻ്റെ ഈ അറ്റത്തിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. ഈ ഒരു അറ്റം വെച്ചിട്ട് നമ്മൾ ഈ റോഡിനെ റൊട്ടേറ്റ് ചെയ്താൽ എത്രയാണ് വാല്യൂ വരിക എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടിക്കലി കണ്ടുപിടിക്കുന്നത്. സോ ഈ ഒരു റോഡിൻ്റെ ഒരറ്റത്തിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തറിയണം? ഈ റോഡിൻ്റെ അതിൻ്റെ മിഡ് പോയിന്റിലൂടെയുള്ള, അതിൻ്റെ Z ആക്സിസിലൂടെയുള്ള, ആ റോഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്ന് അറിയണം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രോബ്ലം ചെയ്യുക. സോ നമ്മളിത് എന്ന് പറഞ്ഞാൽ പാരലൽ ലൈനാണുള്ളത്. പാരലൽ ലൈനാണ് ഇവിടെ ഉണ്ടായത് കൊണ്ട് നമ്മൾ പാരലൽ ആക്സിസ് തിയറാണ് യൂസ് ചെയ്യുക. പാരലൽ ആക്സിസ് തിയറം എന്താണ്? IZ' = IZ + MA² എന്നാണ്. ഇതാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. സോ IZ എന്ന് പറഞ്ഞാൽ എന്താ? IZ എന്ന് പറഞ്ഞാൽ ഈ Z ആക്സിസ് ആണ്. ഈ Z ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താ? ഒരു റോഡിൻ്റെ, ആ റോഡിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു റോഡിലൂടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അഥവാ അതിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? mL²/12. അതായത് റോഡ് എടുത്തു, ആ റോഡിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള
ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ml²/12 അത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് അറിയാം. നമ്മളോട് ഈ റോഡിലൂടെയുള്ള അതിൻ്റെ അപ്പുറത്തുള്ള എൻഡിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സെൻട്രൽ പെർപെൻഡിക്കുലർ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചിട്ടുണ്ടാവണം. സോ നമുക്കറിയാം ഈ ഒരു ആക്സിസിൽ ഒരു റോഡിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസ്, ഈ റോഡിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ml²/12 ആണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്കറിയാം ഈ IZ-ലൂടെയുള്ള ഈ റോഡിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ml²/12 ആണെന്ന് അറിയാം. സോ നമ്മളത് ml²/12 എന്ന് അവിടെ കൊടുത്തു. അത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ml²/12 പ്ലസ് MA². ഈ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്നാണ്. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? L/2 ആണ്. ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് L ആണ്. സോ ഇവിടെ ഇത് മിഡ് പോയിന്റിലുള്ള ആക്സിസ് ആണ്. സോ അതിൻ്റെ നടുവിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ L/2 ആണ് അല്ലേ? ഇത് ടോട്ടൽ L ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ L/2 അല്ല ഡിസ്റ്റൻസ് ഉണ്ടാവുക. സോ ആ ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 ആണ്. സോ എ എന്ന് പറയുന്നത് എന്താണ്? A = L/2 ആണ്. സോ എ എന്ന് പറഞ്ഞാൽ L/2 ആണ്. സോ L/2². ഈ L/2² എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. സോ IZ' = ml²/12 പ്ലസ് ഈ എല്ലിനും ഈ ഒരു സ്ക്വയറിനും ഈ മേലുള്ള സ്ക്വയർ ബാധക. സോ എം ഈ സ്ക്വയർ എല്ലിന് കൊടുത്ത L² ആയി മാറും. ആ ഒരു 2നെ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ /4 ആവും. സോ ml²/4 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ml²/12 പ്ലസ് ml²/4 നമ്മൾ എങ്ങനെ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമ്മൾക്ക് എന്ത് കിട്ടും? അതിന് ആൻസർ കിട്ടും. സോ ഇവർ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ, ഇതിന് ഇങ്ങോട്ട് ഗുണിക്കുക, ഇതിന് ഇങ്ങോട്ട് ഗുണിക്കുക, ഇതിന് ഇങ്ങോട്ട് ഗുണിക്കുക. സോ നമുക്ക് ടോട്ടൽ ആൻസർ കിട്ടും ml²/3 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. സോ ഒരു റോഡിലൂടെ ഒരു എൻഡിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ ഒരു വാല്യൂ ആണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇത് ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. എല്ലിൻ്റെ വാല്യൂ ഇനി വേറെ എന്തെങ്കിലും തന്നാൽ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണം. അപ്പം മാക്സിമം പല ക്വസ്റ്റ്യൻക്കുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ തന്നെ അപ്ലൈ ചെയ്യണത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിയറം കൃത്യമായിട്ട് അറിയാം. 2 ഇക്വേഷൻ ആ ഒരു തിയറം കൃത്യമായിട്ട് അറിയുകയും ചെയ്യുക. ഞാൻ കാണിച്ച 2 ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിലത്തെ ഫുൾ വാല്യൂ കാണാതെ പഠിക്കുക. അതായത് റിങ്ങിൻ്റെയും ഡിസ്കിൻ്റെയും റോഡിൻ്റെയും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവുക. ഞാനിവിടെ കാണിച്ച ടേബിളിൽ റിങ്ങിലൂടെയുള്ള ആക്സിസും റിങ്ങിൻ്റെ പെർപെൻഡിക്കുലർ ആക്സിസും അതിൻ്റെ ഡയമീറ്ററിൽ കൂടെയുള്ള ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും അതേപോലെ തന്നെ ഡിസ്കിലൂടെയും ആ ഡിസ്കിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതും ഡയമീറ്ററിൽ കൂടെയുള്ളതും റോഡിൻ്റെ ഒക്കെ കോൺസ്റ്റൻ്റ് ആയ വാല്യൂ കാണാതെ പഠിച്ചിട്ടുണ്ടാവുക. സോ നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം. ഇതിന് ശേഷം ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ പാഠത്തു നിന്ന് ഈ ഒരു പ്രോബ്ലം വെച്ചിട്ട് കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്ന പ്രോബ്ലത്തിൽ കോമൺ ആയിട്ട് ഈ ഒരു വാല്യൂസാണ് കൂടുതലും കാണാറുള്ളത്. സോ നമ്മൾ ഈ കാണാതെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കും. ഒരു റിങ്ങിൻ്റെ Z അവിടെ ആ ഒരു റിങ്ങിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആണ്. ആ ഒരു റിങ്ങിൻ്റെ ഡയമീറ്ററിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 ആണ്. ഒരു റോഡിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ml²/12 ആണ്. ഒരു ഡിസ്കിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. ഇതെങ്കിലും ഈ ഒരു 4 ഡാറ്റെങ്കിലും കാണാതെ പഠിക്കുക. ഇത് വെച്ചിട്ടാണ് കൂടുതൽ പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുള്ളത്. ഞാൻ കൂടുതൽ മെയിനായിട്ട് ചോദിക്കുന്ന 4 പ്രോബ്ലംസ് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് കിട്ടും. ആ ഒരു വാല്യൂ ഒരു പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ മനസ്സിലായി. അതേപോലെ ചോദിക്കുമ്പോൾ ഇതാണ് ആൻസർ വരാൻ സാധ്യത എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ കിട്ടും. അതാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാനുള്ള സുഖം. സോ കൃത്യമായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഫിസിക്സിൻ്റെ ഒക്കെ കൂടുതലായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോബ്ലംസ് പ്രീവിയസ് ഇയർക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യും. സോ ഈ കാര്യം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രം പ്രീവിയസ് ഇയർ നോക്കാൻ പോവുക. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം കിട്ടില്ല. പ്രീവിയസ് ഇയർ ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ പാഠം കൃത്യമായിട്ട് ബേസ് ക്ലിയർ ആയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് കാര്യം കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ ആവും. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാതെ മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യാനും പ്രോബ്ലം ചെയ്യാനൊക്കെ പോവുക. സോ നമ്മൾക്ക് ഈ ഒരു സെക്ഷനോട് അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.